ഇനി എന്തെല്ലാം മിറാക്കിൾ സംഭവിച്ചാലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ സീസണിൽ പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കുക? ഈ സീസണിൽ 99% കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താകും. എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന ആ ഒരു ശതമാനത്തിൽ വിശ്വസിക്കുന്ന കുറെ അധികം ആരാധകരെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തത്. നിങ്ങളുടെ ഇടയിലും ഇങ്ങനെ പറയുന്ന ഒരു ഡൈഹാർഡ് KBFC ഫാൻ ഉണ്ടാകും. 3 മത്സരങ്ങളുണ്ടല്ലോ, ഈ 3 മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 33 പോയിന്റ് ആകും. ഈ 33 പോയിന്റിനോടൊപ്പം തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ബാക്കിയുള്ള ടീമിന്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അപ്പോഴും നമുക്ക് പ്ലേ ഓഫ് ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ആരാധകൻ ഞങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയുള്ള ആരാധകരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം നമുക്ക് ഇപ്പോഴും അങ്ങനെ സാധ്യതകൾ ഉണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. എന്തെല്ലാം മിറാക്കിൾ സംഭവിച്ചാലാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വന്നാലാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇനി പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കുക? നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നടക്കില്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണ്ട, നിങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. സോ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാവുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചതുകൊണ്ട് മാത്രമാകില്ല, ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയൊരു ഘടകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം, അതായത് ബാക്കി നിൽക്കുന്ന 3 മത്സരങ്ങളിൽ ഒരു മത്സരം പരാജയപ്പെട്ടാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് ചാൻസ് അവസാനിക്കും. ഒരു മത്സരം പരാജയപ്പെടണമെന്ന് പോലുമില്ല, ഒരു മത്സരം സമനില ആയാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്ലേ ഓഫ് റൺ ഒഫീഷ്യലി അവസാനിക്കുന്നതായിരിക്കും. സോ വി നീഡ് 3 points in all 3 games. ബ്ലാസ്റ്റേഴ്സ് എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നതിനപ്പുറം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇനി 4 ടീമുകളുടെ റിസൾട്ട് ആണ് അനുകൂലമായി വരേണ്ടത്. അതിലെ ഒന്നാമത്തെ ടീം മുംബൈ സിറ്റി FC ആണ്. ഇതിൽ മുംബൈ സിറ്റി FC 3 മത്സരങ്ങൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ 2 മത്സരങ്ങൾ പരാജയപ്പെടുകയോ ഒരു സമനിലയോ മാത്രമേ മുംബൈ സിറ്റിക്ക് ലഭിക്കാൻ പാടുകയുള്ളൂ. അടുത്തൊരു ടീം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. അവരുടെ റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വരണം, അതായത് അവരും ഈ വരാൻ പോകുന്ന മത്സരത്തിൽ പരാജയപ്പെടണം. അതുപോലെ മൂന്നാമത്തെ ടീം എന്നത് ഒഡീഷ FC ആണ്. ഒഡീഷ FC 3 പോയിന്റിൽ കൂടുതൽ കളക്ട് ചെയ്യാനായിട്ട് പാടില്ല. അവർക്ക് ഇനി 2 മത്സരങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ഇതിൽ ഒരു മത്സരം വിജയിക്കുകയും ഒരു മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ്. 2 മത്സരങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ അത് അത്രത്തോളം നല്ലതാണ്, പക്ഷേ നടക്കുമെന്നൊക്കെ അറിയില്ല. അതുപോലെ ഈ ഒരു സമയത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒഡീഷ FCയുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു സിനാരിയോ. ഒഡീഷ FCയുടെ മാനേജറായ സെർജിയോ ലബേറയും അതുപോലെ ജാഹുവും തമ്മിൽ ഒരു ഫൈറ്റ് എല്ലാം ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ജാഹു ഒരു അറിയിപ്പുമില്ലാതെ ടീം വിട്ടു പോകുന്ന ഒരു സിനാരിയോ എല്ലാം ഉണ്ടായിരുന്നത്. അതുപോലെ സെർജിയോ ലബേറ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കോച്ച് ആയിരിക്കും എന്നുള്ള റൂമറുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സീസണിൽ അത് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം അത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ FC ആണ്. ശരിക്കും ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും ഒരേ രീതിയിൽ പോകുന്ന ഒരു ടീമാണ്. ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന 2 ടീമുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെയും ഈസ്റ്റ് ബംഗാളിനെയും വേർതിരിക്കുന്ന ഒരു സംഭവം എന്നത് കറന്റ് പെർഫോമൻസ് തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വേഴ്സ്റ്റ് പെർഫോമൻസ് ആണെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീസണിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മെസ്സി ബൗളി നിലവിൽ ടീമിലേക്ക് എത്തിയതിനു ശേഷം ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് നിലവിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനെയും ബ്ലാസ്റ്റേഴ്സിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെയാണ് കൂടുതൽ പ്ലേ ഓഫ് ചാൻസ്. ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും അവരുടെ 99% പ്ലേ ഓഫ് ചാൻസും അവസാനിച്ചിട്ടുണ്ട്. ആ 1% നിലവിൽ ഇരു ടീമുകളും നിലവിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഈ സീസണിൽ ഇനി 5 പോയിന്റിൽ കൂടുതൽ നേടാൻ പാടില്ല. സോ നമ്മൾ പറഞ്ഞ മുംബൈ സിറ്റി FC, നോർത്ത് ഈസ്റ്റ്, ഒഡീഷ അതുപോലെ ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയിട്ടുള്ള ഈ 4 ടീമുകളുടെ റിസൾട്ടും നമുക്ക് അനുകൂലമായ രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും. അതേസമയം നമ്മൾ ഈ ബാക്കിയുള്ള 3 മത്സരങ്ങൾ വിജയിക്കുകയും വേണം. അത് എത്രത്തോളം പോസിബിൾ ആണ് എന്ന് എനിക്കറിയില്ല, കാരണം നമ്മുടെ കറന്റ് പെർഫോമൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന കാര്യം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം കൃത്യമായി അറിയാമെങ്കിലും ആ ബാക്കി നിൽക്കുന്ന 1%ത്തിലും ബാക്കി നിൽക്കുന്ന ആ ഒരു മിറാക്കിൾ ചാൻസിലും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ മത്സരങ്ങളും കാണാം. ഒരു മത്സരം പരാജയപ്പെട്ടാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ സീസണിൽ പ്ലേ ഓഫ് എന്ന സാധ്യത ഇല്ല. കാൽക്കുലേറ്റർ എല്ലാം തന്നെ എടുത്തു വെക്കാം, അടുത്ത സീസണിലേക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ hope for the best.